ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ്. ബീഫ് സ്റ്റേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നോർമലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഏകദേശം അതേ ഒരു ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേക്ക് റെസിപ്പിയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫിൻ്റെ 4 പീസസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫിൻ്റെ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരുപാട് തിക്കായിട്ടും അല്ല ഭയങ്കര നൈസായിട്ടും അല്ല. 2 എണ്ണം ഞാൻ കുറച്ചൊരു തിക്നെസ്സിലും ബാക്കി 2 എണ്ണം ഭയങ്കര തിന്നായിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റേക്കിന് നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഡറായിട്ടുള്ള ബീഫ് നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം. അപ്പോൾ ഇത് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളതിൽ നിന്ന് ഞാനിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സ്റ്റേക്കിന് വേണ്ടി ബീഫ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫാറ്റൊക്കെ ഉള്ള പീസസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉള്ളതിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പീസ് നോക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ മേലെ കുരുമുളക് പൊടിയും ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു പീസസിന് നന്നായിട്ടൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് പെട്ടെന്ന് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ ഒരു 4 പീസിലേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഒരു സൈഡിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പീസസ് ഒന്നിങ്ങനെ മറച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 3-4 മണിക്കൂറൊന്ന് വെക്കുന്നുണ്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പാനോ ഏതായാലും മതി, നല്ലൊരു അടി കട്ടിയുള്ള ടൈപ്പ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒലിവ് ഓയിലും ബട്ടറും ഏകദേശം ഒരേ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ചൂടായ സമയത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ആ ഒരു കുറച്ച് തിക്നെസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ 2 പീസസ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ തന്നെ വെക്കുക. അപ്പം നമ്മളല്ലാതെ ഇങ്ങനെ ലോ ആക്കിയിട്ട് പിന്നെ ഹൈ ആക്കി അങ്ങനെ ചെയ്യരുത്. ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് അവസാനം വരെ. ഈ സ്റ്റേക്ക് ശരിക്ക് 2-3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കുക്കിങ്ങിനനുസരിച്ചാണ് അത് റോ ലെവൽ, അതുപോലെ ഹാഫ് കുക്ക്, മീഡിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവലിനനുസരിച്ചാണ് ആ ഒരു ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഇങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാതെ ആ ഒരു മീഡിയത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒരു 2 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ചതച്ചതാണ്. ആ തൊലി അടക്കം ഒന്ന് ചതച്ചിട്ടൊന്ന് ഇതിൻ്റെ ആ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരും. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒരു 6 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ട് ഒരു 6 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരേ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഭാഗത്തൊന്നിങ്ങനെ ഒരു 4 to 6 മിനിറ്റിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കുക്ക് ചെയ്ത് വന്ന സമയത്ത് അത് മൊത്തത്തിലൊന്നിങ്ങനെ ചുരുണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പീസ് ചിലപ്പം പ്രോപ്പർ പീസ് ആയിരിക്കില്ല. നമ്മൾ കറക്റ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടതല്ല. അപ്പോൾ ആ ഒരു പീസിനനുസരിച്ചായിരിക്കും അത് നല്ല ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, ചുരുണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തൊക്കെ ഏകദേശം ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു പീസസ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ആ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് അവിടെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഭയങ്കരമായിട്ട് ഉറപ്പാകും, അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകും. ആ ഒരു കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ കിട്ടുമ്പോഴാണ് സ്റ്റേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ 2 സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് കുറച്ച് തിക്നെസ് കൂടിയോണ്ട് എനിക്ക് തോന്നുന്നു അത് ശരിക്കും അങ്ങ് ഇതിൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ടില്ല, കുറച്ചൊരു ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിന്നായിട്ടുള്ളതും നല്ല ഇളയ ടൈപ്പ് ഒരു ടെൻഡറായിട്ടുള്ള ടൈപ്പ് പീസസ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്റ്റേക്കിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഒരു ബട്ടറും എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ആ എണ്ണയ്ക്ക്.
എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ആ ഒരു ബട്ടറിലേക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അത്രയും തന്നെ പാലാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ ആ ഒരു കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ്സിലേറെ പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാലൊഴിക്കുന്ന സമയത്തും എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റോസ്മേരി, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഹെർബ്സ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആ ഒരു സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ടൊന്ന് നല്ലൊരു ലൂസി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഹെർബ്സ് ഒന്നും ഇല്ലയെന്ന്, ഒറിഗാനോ അങ്ങനെയുള്ള ഹെർബ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ബീഫ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു എണ്ണയിൽ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഫ്ലേവർ ഉള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു 4 ബീഫിൻ്റെ സ്റ്റേക്ക് പീസസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സോസും പിന്നെ ഞാനിവിടെ മാഷ്ഡ് പൊട്ടാറ്റോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ പൊട്ടാറ്റോ നന്നായിട്ട് ഇങ്ങനെ വേവിച്ച് ഉടച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്ലേവറൊക്കെ ചേർത്തിട്ട് ബട്ടറൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്തിട്ടുള്ള ബീൻസ്, കോളിഫ്ലവർ, ബ്രൊക്കോളി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു പീസസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.